ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ പുതിയൊരു വ്ലോഗായിട്ട് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 1.5 ഒരു ഒന്നൊന്നര ആഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, പുതിയൊരു വ്ലോഗ് ഇട്ടിട്ട് ഒരു ഒന്നൊന്നര ആഴ്ചയായെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തീരെയും എന്താ പറയാ വ്ലോഗ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് തീരെയും ഒന്നും ഇടാതിരുന്നത്. പക്ഷെ ഈ ഒരു ഒന്നൊന്നര ആഴ്ച ഒരു വലിയ ബ്രേക്കായിരുന്നു എനിക്കറിയാം. പക്ഷെ ആ ഒരു സമയം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടെന്ന് അറിയാം. കുറച്ച് പേരെങ്കിലും എന്റെ വ്ലോഗ് എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സിനും കുറച്ച് ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പം കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. പക്ഷെ എനിക്കറിയാം ഇവര് സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷെ എന്റെ വീഡിയോസ് ആദ്യം ഒരു 2 ദിവസമൊക്കെ കാണുമായിരിക്കും. പിന്നെ അറിയാലോ, ഓരോരുത്തർക്കും ഓരോ തിരക്കാണ്, അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണത്തില്ല എന്നൊക്കെയായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഈ ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് എന്നോട് കുറെ പേര്, അതായത് എന്താ പറയാ, ഞാൻ പ്രതീക്ഷയിൽ നിന്നും എന്റെ വീഡിയോസ് കാണത്തില്ല, അല്ലെങ്കിൽ ഒരു 2 ദിവസം കണ്ടിട്ട് നിർത്തും എന്നൊക്കെ ഞാൻ പ്രതീക്ഷ കുറെ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് വാട്സപ്പ് വഴിയായാലും ശരി, അല്ലെങ്കിൽ ഫോൺ കോൾസ് വഴിയായാലും ശരി എന്നോട് ചോദിച്ചു തുടങ്ങി, എന്താണ് വ്ളോഗ്സ് ഒന്നും കാണാത്തത്, കുറച്ച് ദിവസമായല്ലോ എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു തുടങ്ങി. അപ്പൊ എനിക്കെന്താ പറയാ, ഞാൻ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ബ്രേക്ക്, എനിക്ക് ആ ഒരു സമയത്ത് വലിയ മോട്ടിവേഷൻ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വ്ളോഗ്സ് കുറച്ച് പേരെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണുന്നുണ്ടല്ലോ, എനിക്കത് ഭയങ്കര സന്തോഷമായി. എന്താ സന്തോഷം എന്നല്ല പറയേണ്ട, കാരണം ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. എനിക്ക് ഇനിയും വ്ളോഗ്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് പേര്, ഞാനൊരു എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കുറച്ചു പേരൊക്കെ കാണും, അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇതൊരു എന്താ പറയാ, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. പക്ഷെ അതിലുള്ള തന്നെ ഒരു പകുതിയല്ല, ഒരു 1/4% പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ വ്ളോഗ്സ് ഇടാത്തെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കത് വലിയൊരു മോട്ടിവേഷൻ ആയി, ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഇനി എന്തായാലും മുടങ്ങാതെ വ്ളോഗ്സ് ഇടാനുള്ളൊരു വലിയ മോട്ടിവേഷൻ ആയി എനിക്ക് ആ ഒരു ചോദ്യം. കുറച്ചു പേരുടെങ്കിലും കാണുന്നവർക്ക് മനസ്സിലായി കാണുമല്ലോ ആരൊക്കെയാ ചോദിച്ചതെന്ന്, കാണുന്നുണ്ടാവുമല്ലോ. അപ്പം നിങ്ങളുടെ ആ ഒരു ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ മാക്സിമം, ഇത് തീരെ പറ്റാത്തൊരു സാഹചര്യമാണ്, മനഃപൂർവ്വം ഇടാതിരുന്നതല്ല, തീരെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് വ്ളോഗ്സ് ചെയ്യാതിരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് എന്തായാലും ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ, ദിവസേന ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ഡെയിലി പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ മാക്സിമം ഞാൻ ബ്രേക്ക് എടുക്കാതെ ഇനി വ്ളോഗ്സ് ഇടാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോ എന്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്റെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അതിന് വലിയൊരു നന്ദിയുണ്ട്. പിന്നെ എന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ എന്റെ വീട്ടിലാണ് ഉള്ളത്. ഇവിടുത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ വ്ളോഗ്സ് ഒക്കെ നേരത്തെ കാണുന്നവർക്ക് അറിയാം, എന്റെ ബ്രദറിന്റെ വാവ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡെലിവറി വ്ളോഗൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സമയം എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. നാളെ വാവയുടെ നൂലുകെട്ടാണ്, ചരടുകെട്ടാണ്. അതിന്റെ ഒരു തയ്യാറെടുപ്പൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വീട്ടിൽ വെച്ചല്ല കേട്ടോ, നമ്മളൊരു ഓഡിറ്റോറിയം എടുത്തിട്ടുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. പക്ഷെ അതിൻ്റെതായ ചില തയ്യാറെടുപ്പുകളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഒന്ന് അക്കോമഡേറ്റ് ഒക്കെ ചെയ്യണല്ലോ, അതിന്റെ ഒക്കെ ഒരു ചെറിയ തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. ചടങ്ങ് നടക്കുന്ന നമ്മൾ പുറത്തൊരു ഓഡിറ്റോറിയം എടുത്തിട്ടുണ്ട്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ നൂലുകെട്ട് ചടങ്ങ് നടക്കുന്നത്. വീട്ടിൽ അതിന്റെ തയ്യാറെടുപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗില് നമ്മുടെ ചരടിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. വാമിക്കുട്ടിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആളിവിടെ ഇരുന്ന ആളുടെ ഡയാന ആൻഡ് റോമ ഷോ കാണുകയാണ് കേട്ടോ. രാവിലെ ഇവിടെ ചപ്പാത്തിയും മട്ടൻ പെരട്ടുമാണ്. ശരിക്കും അപ്പമായിരുന്നു, അപ്പം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി ആക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ കുറച്ച് കരിക്ക് കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വാമിക്കുട്ടി കരിക്കിനകത്ത് നിന്ന് ഡയറക്റ്റ് എടുത്ത് കഴിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ആള് കഴിക്കില്ല. പ്രത്യേക ശീലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വേസ്റ്റ് ചെയ്യണ്ട, ആൾക്ക് കുറച്ച് കരിക്കിൻ ഷേക്ക് ആയിട്ട് അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കരിക്കിൻ ഷേക്ക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. തണുപ്പില്ലാതാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്, അതാൾ കുടിച്ചോളും. തണുപ്പുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമാണ്, പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല. കരിക്കിൻ ഷേക്കൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളിതാ ഇവിടെ നിന്ന് കാര്യമായിട്ടുള്ള എന്തോ പണിയിലാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ മോമു രാവിലെ വന്ന് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേക്ക് അവിടെ നിന്ന് അവിയൽ പരിവാക്കുകയാണ് ആള്. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ മേളിലേക്ക് വന്നിരിക്കുകയാണ്. വാവയുടെ വിശേഷമൊക്കെ അറിയണ്ടേ, അങ്ങനെ നമ്മളിതാ നേരെ മേളിലേക്ക് വന്നിരിക്കുകയാണ്. മോമുവിന്റെ കീബോർഡാണ് കേട്ടോ അവിടെ ഇങ്ങനെ മൂടി പൊതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ മോളി ആന്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പ്രത്യേകിച്ച് ഒരു വ്ളോഗ് എടുക്കണം, അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇത് നമ്മുടെ മുകളിലത്തെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഓപ്പൺ ബാൽക്കണി ആയിരുന്നു കേട്ടോ. ഇതിപ്പോ ഒരു ഓഫീസ് റൂം സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുടനെ റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ നല്ല പാടായിരിക്കും. ഒന്നാമത്തെ കാര്യം, വാവയ്ക്ക് നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും ഈ ക്ലയൻസിന്റെ കോളൊക്കെ വരുന്ന സമയത്ത്. അതുകൊണ്ട് മോമു പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആണ് കേട്ടോ ഈ ഓഫീസ് റൂം സെറ്റപ്പ് ഫുള്ള്.
ഇതുകൊണ്ട് രണ്ട് യൂസ് ആണ് കേട്ടോ. ഒന്ന് കിട്ടുവാൻ വർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി. രണ്ടാമത്തത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ ഇനി കള്ളന്മാർ വരില്ല കേട്ടോ. ആള് 24 hours ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടാവും. അതിനിടയ്ക്ക് ഇതാ ഇവിടെ നാച്ചൂട്ടനെ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ. ചേച്ചി മാവ കുളിക്കാൻ പോവല്ലേ ചേച്ചി? വെള്ളം വരുമ്പോ ഓടിക്കോണേ. അങ്ങനെ തന്നെ നാച്ചൂട്ടൻ കുളിച്ചു കഴിഞ്ഞോട്ടോ. അതാ വാവയ്ക്കുള്ള ഡ്രസ്സും കൊണ്ട് പോവാണ് ചേച്ചി. ഇപ്പൊ വാമിക്കുട്ടിക്ക് ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ. വാവക്കുട്ടന്റെ ഡ്രസ്സ് എടുത്തു കൊടുക്കണം, എന്താ പറയാ ടവല് കൊടുക്കണം, അങ്ങനെ ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളൊരു ചേച്ചി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വാമിക്കുട്ടി. ഇനി നമുക്ക് നാച്ചൂട്ടിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്താലോ. ഇത് ശരിക്കും കിംസിന്ന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ മോമോനോട് പറഞ്ഞിട്ടായിരുന്നു എനിക്കിതൊന്ന് അൺബോക്സ് ചെയ്യണമെന്ന്. പക്ഷെ അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് അത് എടുക്കാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മോമോ അത് ഓർത്ത് വെച്ചു കേട്ടോ, എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യാതെ. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിലിതാ 2 ക്യൂട്ട് ആയിട്ടുള്ള ഗ്ലൗസ് ഉണ്ട്, പിന്നെ ഇതാ സോക്സ് ഉണ്ട്, പിന്നെ ഇതെന്താ ഇത് കുട്ടി ഉടുപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് നോർമൽ കോട്ടൺ അല്ല കേട്ടോ, ഇത് മ്യൂസ്ലിൻ കോട്ടൺ ആണ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. വാമിക്കുട്ടിയുടെ സമയത്താണെങ്കിൽ ഞാൻ എന്താ പറയാ ഇങ്ങനത്തെ തന്നെ ഡ്രസ്സ് കോട്ടന്റെ ആയിരുന്നു മേടിച്ചിരുന്നത്, പ്യുവർ കോട്ടന്റെ. പക്ഷെ അതൊരു 3 to 4 times വാഷ് ചെയ്തിട്ടും നല്ല കട്ടിയായിരുന്നു. അത്യാവശ്യം എന്താ പറയാ നല്ല കട്ടിയായിരുന്നു. അത് ഒരു ന്യൂ ബോൺ ഫ്രണ്ട്ലി ആണെന്നൊന്നും എനിക്ക് പറയാനേ പറ്റില്ല, കാരണം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഒരു ഒറ്റ തവണ വാഷ് ചെയ്തിട്ട് തന്നെ എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ എന്താ പറയാ ബേബീസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോട്ടന്റെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് മ്യൂസ്ലിൻ കോട്ടന്റെ കുട്ടിയുടുപ്പുകൾ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ ഒറ്റ വാഷ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അല്ലെങ്കിൽ സോഫ്റ്റ് ആണ്, പിന്നെ വാവയ്ക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒറ്റ വാഷ് ഒക്കെ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് മ്യൂസ്ലിൻ കോട്ടന്റെ മെറ്റീരിയൽസ് ഉള്ള എന്താ ഡ്രസ്സൊക്കെ മേടിക്കാൻ നോക്കുക കേട്ടോ. പിന്നെതാ ഇതിനകത്ത് ഒരു കുട്ടി ക്യാപ്പും പിന്നെ 2 നാപ്പീസും പിന്നെതാ 2 ടവലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ മൊത്തം ഇത്രയും പ്രോഡക്ട്സ് നമുക്ക് കിംസിന്ന് കിട്ടിയതാണ് കേട്ടോ. എല്ലാം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. ഇതാണ് നമ്മളുടെ അടുത്ത ഗിഫ്റ്റ് ഐറ്റം. ഇത് നമ്മുടെ എറണാകുളത്തുള്ള ഒരു അങ്കിൾ ഉണ്ട്. അങ്കിളും ഫാമിലിയും കൂടെ മോമോനെയും നാച്ചൂട്ടിനെയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ സമയത്തിൽ വന്ന സമയത്ത് വാങ്ങിക്കൊണ്ടുവന്ന ഗിഫ്റ്റ് ഐറ്റം ആണ് കേട്ടോ ഇതെല്ലാം. വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തു. ഇത് അൺബോക്സ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇത് ചേഞ്ചിങ് ഷീറ്റ് ആണ് കേട്ടോ. നമ്മുടെ വാവയുടെ ഡയപ്പർ ഒക്കെ മാറ്റുന്ന സമയത്ത് യൂറിനൊന്നും ബെഡിലൊന്നും പറ്റാതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മുൻപൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂ ബോൺ ബേബിനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ നേരെ പോയിട്ട് ഒരു ബേബി സെറ്റ് വാങ്ങിക്കും അല്ലെ. അതിലെന്താ ഉണ്ടാവുക, സോപ്പ് ഉണ്ടാവും, പൗഡർ ഉണ്ടാവും, ബഡ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ആ ഒരു ബ്രാൻഡ് അല്ല ഈ വാവയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, അത് റീഗിഫ്റ്റ് ചെയ്യും അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്ന ആൾക്ക് അങ്ങേയറ്റം യൂസ് ആകണം എന്നുള്ള രീതിയിൽ നോക്കി തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ച് ബേബി സെറ്റ് മോശമാണ് എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോഴും ന്യൂ ബോൺ ബേബീസിനെ കാണാൻ പോകുമ്പോൾ ബേബി സെറ്റ് തന്നെയാണ് വാങ്ങിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറ്. ഒരുപാട് നല്ല ബേബി സെറ്റുകൾ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടാനും ഉണ്ട്. ഇതാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ്. ഇത് ഗിഫ്റ്റ് അല്ല കേട്ടോ. എല്ലായിടത്തും എന്താ പറയാ ആദ്യം ബേബി ഉണ്ടാകുമ്പോൾ ഓടിപ്പോയി വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് കിട്ടുവണ്ണനും മോമോയും കൂടെ വാങ്ങിച്ചതാണ്. നമ്മുടെ ബേബിയുടെ ബെഡിന്റെ സെറ്റ് ആണ് കേട്ടോ. ഇതാണ് ഐറ്റം. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു കുട്ടി പില്ലോയും വരുന്നുണ്ട്. നല്ല ക്യൂട്ട് അല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇതും കിട്ടുവണ്ണനും മോമോയും കൂടെ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ന്യൂ ബോൺ സ്ലീപ്പിംഗ് ബാഗ് ആണ്. ഇത് ഫുള്ള് വന്നിരിക്കുന്നത് മ്യൂസ്ലിൻ കോട്ടണിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് കാണിച്ച ആ ഒരു ബെഡ് സെറ്റ് ഇല്ലേ, അതിനെക്കാട്ടി കൂടുതൽ നാച്ചൂട്ടന് യൂസ്ഫുൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം കൂടുതൽ സമയം ആൾ ഉറങ്ങുന്നത് ഈ ഒരു ബാഗിനകത്താണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കൊല്ലത്ത് ആശ്രാമത്തുള്ള ഓൾ ഇൻ വൺ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണേ.
നമ്മളിതാ വീണ്ടും അടുത്ത ഗിഫ്റ്റ് ഐറ്റത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നെയ്ബേഴ്സ്, അതായത് തൊട്ട് ബാഗിൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നാച്ചൂട്ടന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത്രയും ഗിഫ്റ്റ് കിട്ടിയാൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കി എല്ലാം ബേബി കെയറിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലേ, പക്ഷെ ഇത് മാത്രം ബേബി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പം യൂസ് ആകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ഇതിനകത്ത് കിടന്ന് കുറേ നേരം കളിക്കാനൊക്കെ പറ്റും കേട്ടോ. അവന് പറ്റിയൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 2 ക്യൂട്ട് ഡ്രസ്സും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതോടുകൂടി പെൺകുട്ടികൾക്ക് മാത്രമേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടൂ എന്നുള്ള എന്റെ അഹങ്കാരം മാറി കിട്ടിയിട്ടുണ്ട്. എന്റെ അൺബോക്സിങ്ങും കത്തിയടിയും എപ്പോ തീരുമെന്ന് ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു ആ മോം കൂടെ ക്ഷീണിതായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ അൺബോക്സിങ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് ഞാൻ ദാ വന്ന് വാമിക്കുട്ടിയെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കേട്ടോ. ആളിതാ ഡാൻസ് കളിയോടെ ഡാൻസ് കളിയാണ്, ഏതു നേരവും ഇതാണ് അവസ്ഥ. താഴെ മര്യാദയ്ക്ക് ഡാൻസ് കളിച്ചിടുന്ന കൊച്ചായിരുന്നു, അതിനേതാ നേരെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കിട്ടുവാണ്. അങ്ങനെ പാട്ടും മേളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ആയിട്ടോ. പാതിരാത്രി വന്നിന്ന് കാറ് കഴുകുന്നുണ്ടോ. എനിക്കിനി കുറെ ജോലി ബാക്കിയുണ്ട് ഗൈസ്, നാളത്തേക്കുള്ള കുറച്ച് അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ പോയി എന്തായാലും അത് ചെയ്യട്ടെ. ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. എന്താ പറയാ, ഇപ്പൊ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങളോട് നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. നാളെ നമ്മുടെ വളരെ നൂലിയോട്ടാണ്. സോ നാളെ കാണാം. അതുവരേക്കും ബൈ.